മാഗ്നറ്റിക് ടോർക്സ് ആക്റ്റീവ് ആറ്റിറ്റ്യൂഡ് കൺട്രോൾ മെത്തേഡിൻ്റെ ഒരു എക്സാമ്പിളാണ് മാഗ്നറ്റിക് ടോർക്സ്. എർത്തിനൊരു ജിയോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. എർത്തിൻ്റെ ജിയോ മാഗ്നറ്റിക് ഫീൽഡും സാറ്റലൈറ്റിൽ ഡെവലപ്പ് ആവുന്ന മാഗ്നറ്റിക് ഫീൽഡും ഇവ രണ്ടും ഇൻട്രാക്ട് ചെയ്തിട്ട് ഒരു റിസൾട്ടിംഗ് ടോർക്ക് ഡെവലപ്പ് ആവും. ദിസ് റിസൾട്ടിംഗ് ടോർക്ക് റൊട്ടേറ്റ്സ് ദ സാറ്റലൈറ്റ് ടുവേർഡ്സ് ദ ഡിസൈർഡ് ഓറിയൻറ്റേഷൻ. എർത്തിൻ്റെ ജിയോ മാഗ്നറ്റിക് ഫീൽഡും സാറ്റലൈറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും ഇൻട്രാക്ട് ചെയ്ത് ഡെവലപ്പ് ആവുന്ന റിസൾട്ടിംഗ് ടോർക്ക് സാറ്റലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യും. ഡിസൈർഡ് ഓറിയൻറ്റേഷനിലേക്ക് സാറ്റലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് കൺട്രോൾ സംഭവിക്കുന്നത്. ഡിസൈർഡ് ഓറിയൻറ്റേഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് ആറ്റിറ്റ്യൂഡ് കൺട്രോൾ നടത്തുന്നു. ഇതാണ് മാഗ്നറ്റിക് ടോർക്സ്. ഇവിടെ സാറ്റലൈറ്റിന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യണം. അതിനുവേണ്ടി ലോ ഇലക്ട്രിക് പവർ ആവശ്യമാണ്. അപ്പോൾ ഇലക്ട്രിക് പവർ ചെറിയ തോതിലാണെങ്കിലും ആവശ്യമായി വരുന്നതുകൊണ്ട് ഇതൊരു ആക്റ്റീവ് ആറ്റിറ്റ്യൂഡ് കൺട്രോൾ മെത്തേഡാണ്. ഇതിന് ഫ്യൂവലൊന്നും ആവശ്യമില്ല. ഓക്കെ, ലൈറ്റ് വെയ്റ്റ് ആണ്, റിലയബിൾ ഫോർ സ്മോൾ സാറ്റലൈറ്റ്. ചെറിയ സാറ്റലൈറ്റിൽ വളരെ റിലയബിളായ ഒരു ഓപ്ഷനാണ് മാഗ്നറ്റിക് ടോർക്സ്. ഒരു എക്സാമ്പിളാണ്, സ്മോൾ സാറ്റലൈറ്റിൻ്റെ എക്സാമ്പിളാണ് ക്യൂബ്സാറ്റ്. ക്യൂബ്സാറ്റിലൊക്കെ മാഗ്നറ്റിക് ടോർക്സ് ആണ് ഓറിയൻറ്റേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കോൺസിൽ വരുന്നതാണ് ടോർക്ക് ഡിപ്പെൻഡ്സ് ഓൺ എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തിനനുസരിച്ചായിരിക്കും ടോർക്ക് അവിടെ വരുന്നത്. അപ്പം ഈ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്ത് ഓരോ ഓർബിറ്റിനനുസരിച്ച് വാരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ടോർക്കിൽ ചേഞ്ചസ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സ്ലോ ആണ്, ലോ ടോർക്ക് മെത്തേഡാണ്. നോർമലി ഈ മാഗ്നറ്റിക് ടോർക്ക് മെത്തേഡ് മാത്രമായി സാറ്റലൈറ്റുകൾ ഉപയോഗിക്കാറില്ല. മറ്റ് ആറ്റിറ്റ്യൂഡ് കൺട്രോൾ മെത്തേഡിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഈ മാഗ്നറ്റിക് ടോർക്ക് മെത്തേഡ് യൂസ് ചെയ്യാറുള്ളത്.